ശരി, സി ആർ ആത്യന്തികമായി ഞാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളിലല്ല, അതിന് നിയമ നടപടികളല്ല, അതിന് വ്യവഹാരത്തിലല്ല, അതിന്റെ കേസിലല്ല, ഒന്നിലുമല്ല. ഈ പറയുന്ന കോടികൾ നാടിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ വാങ്ങിച്ചത് എന്തിനാണ് എന്ന് കേരളത്തിൽ അറിയണം. SFI ആണെങ്കിലും കോടതിയാണെങ്കിലും ഏത് വിജിലൻസ് ആണെങ്കിലും. സി ആർ, അവിടെയാണ് നേരത്തെ ഇവരൊക്കെ ആവർത്തിക്കുന്ന ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ. കമ്പനി ആക്ടിലെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് എന്താണ്? ഫ്രോഡ് കമ്പനികൾ ഉണ്ടാക്കുക, ബബിൾ കമ്പനികൾ ഉണ്ടാക്കുക, പിന്നിൽ മായ കമ്പനികൾ ഉണ്ടാക്കുക, ആ കമ്പനികളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണല്ലോ ഷെയർ മാർക്കറ്റ് തട്ടിപ്പിലെ ഏറ്റവും വലിയ തട്ടിപ്പ്. അത് ശ്രീ ബൽദേവ് സത്യാനന്ദനും അറിയാലോ. ഒരു ഫ്രോഡ് കമ്പനി ഉണ്ടാക്കുക, ആ കമ്പനിയിലേക്ക് പണം കൈമാറുക. ഇവിടെ സംഭവിച്ചതാണ്. ഒരു ഫ്രോഡ് കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പണം കൈമാറി. ആ പണം കൈമാറി കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കാണ്. ഞാൻ പറഞ്ഞത് അവിടെ തന്നെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ ശശിധരൻ കർത്താവിന് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവിടെയാണ് പ്രശ്നം. അതാണ് പരിശോധിക്കേണ്ടത്. അതിപ്പോ മുഖ്യമന്ത്രിയുടെ മകളല്ല. അപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു കമ്പനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്തെന്നേ. കമ്പനിക്ക് വേണ്ടി പാർട്ടി ഡിഫെൻഡ് ചെയ്തു, മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല. മുഖ്യമന്ത്രി മകളുമായി ഒരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ വിരോധം? ആ തട്ടിപ്പടുത്തെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ എന്ന് പാർട്ടി പറഞ്ഞാൽ മതി. അത്രേ പാർട്ടി പറയണ്ടു. അല്ല, അങ്ങനെ പാർട്ടി പറഞ്ഞിട്ടേ. കോടിയേരി ബാലകൃഷ്ണൻ മക്കളുടെ കാര്യത്തിൽ പാർട്ടി പറഞ്ഞതാ. ആ പാവം കൊടിയേരി വന്നെന്ന് പറഞ്ഞല്ലേ, അത് ഒരു പിതാവ് വന്നെന്ന് പറഞ്ഞല്ലേ അത്. കൊടിയേരി പറഞ്ഞു. അതേ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞില്ല, AK ബാലൻ പറഞ്ഞില്ല, MV ഗോവിന്ദൻ പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. ചോദ്യം അതാണ്. കൊടിയേരിയുടെ മക്കൾക്ക് കിട്ടിയ അതേ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതേ ഒഴിവ് കഴിവ് അതല്ലല്ലോ ഇവർക്ക് കിട്ടിയത്. ഇവിടെ ബൽദേവ് സച്ചിദാനന്ദൻ സാർ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കമ്പനികൾ തമ്മിലുള്ള ഡീലാണ്. ഈ കമ്പനിക്ക് വീണ വിജയന് ഒരു ഫ്രോഡും ചെയ്തിട്ടില്ല. കമ്പനി ഒരു ഫ്രോഡും ചെയ്തിട്ടില്ല. അവർ സേവനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? MS ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ. MS ഓഫീസ് കൊടുത്തിട്ടുണ്ട്, വേർഡ് കൊടുത്തിട്ടുണ്ട്, എക്സൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടതാണ്. എക്സലൊക്കെ ഞെട്ടിപ്പോയി. 1.7 കോടി രൂപയ്ക്ക് എക്സൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് എക്സാലോജിക്കുന്ന കമ്പനിയുടെ പേര് അവർ എക്സൽ ഉണ്ടാക്കി. അത് എനിക്കറിയില്ല മൈക്രോസോഫ്റ്റ് ആണോ ഇവര് കമ്പനി. പ്രശ്നം അതല്ല. ഇവിടെ ഏറ്റവും പ്രധാനം എന്താ, ഈ ഫ്രോഡ് നടത്തിയത് എന്തിനാണ്? നേരത്തെ അദ്ദേഹം പറഞ്ഞു 150 കോടി രൂപയുടെ ഫ്രോഡ് നടന്നു. ആയിക്കോട്ടെ, 150, 200, 500, 1000 അതിൽ ആരൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എഴുതി കൊടുക്കട്ടെ. എനിക്കൊരു വിരോധമില്ല. അപ്പൊ ഈ ഉമ്മൻചാണ്ടിയോ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ ആര് കാശ് മേടിച്ചു, അല്ലെങ്കിൽ PV ഉണ്ടോ OC ഉണ്ടോ നീക്കമതി. അപ്പൊ അത് പിണറായി വിജയൻ വരുമ്പോ പിണറായി വിജയനല്ല, OC വരുമ്പോ ഉമ്മൻചാണ്ടിയാണ്, PK വരുമ്പോ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നൊരു വാദമുണ്ടല്ലോ. ആ വാദത്തിലാണ് പ്രശ്നം. രണ്ടാമത്തെ ഇടപെടലേക്ക് പോകണം സിയാർ. എന്തായാലും അത്തരത്തിൽ ഇപ്പൊ ലോഗരിതം ടേബിളിന്റെ കാല് നന്നാക്കാൻ എന്ന മട്ടിലൊക്കെ ആയിരുന്നു ആ ദിവസങ്ങളിലെ വാദങ്ങൾ. ഇപ്പോഴും അതേ വാദങ്ങൾ തന്നെ തുടരുന്നു. ഇപ്പോഴും എന്തിനാണ് ഈ പറയുന്ന ഇപ്പൊ പറയുന്ന ഈ പേപ്പറിൽ പറയുന്ന 2,70,00,000 എന്നാണ്. നേരത്തെ നമ്മൾ കേട്ടത് 1,72,00,000 രൂപ എന്നാണ്. പോട്ടെ, 1 കോടി എന്തുമാണ് എങ്ങനെയാണെങ്കിലും ആ പണം എന്തിനു കിട്ടി എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. അത് സേവനം ചെയ്യാതെ കിട്ടിയെന്നാണ് SFIO പറയുന്നത്.